വിരശല്യം കുറക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, എന്തൊക്കെ പ്രതിവിധികൾ എടുക്കണം, എങ്ങനെ ഈ വിരശല്യം പൂർണ്ണമായി നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളിൽ വിരശല്യം വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലവിധ കാരണങ്ങളുമുണ്ട് നമ്മളെ കുട്ടികളിൽ വിരശല്യം കാണാൻ. കുട്ടിയൊന്നും കഴിക്കുന്നില്ല, കുട്ടി മെലിഞ്ഞു പോകുന്നു, കുട്ടിക്ക് വിളർച്ച കാണുന്നു, അങ്ങനെയുള്ള പലവിധ പ്രോബ്ലംസുമായിട്ടാണ് ഓരോ ആൾക്കാരും ഡോക്ടറെ, പ്രത്യേകിച്ച് പീഡിയാട്രീഷ്യനെ കാണാൻ വരുന്നത്. എന്തുകൊണ്ടാണ് ഈ വിരശല്യം ഉണ്ടാകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വിരകളുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയും നമ്മൾ അതിനെതിരെയുള്ള മരുന്ന് കൊടുക്കാത്ത പക്ഷം നമ്മുടെ ശരീരത്തിൽ വിരശല്യം കൂടുകയും, വിരശല്യം ഉണ്ടായാൽ നമ്മുടെ കുട്ടികളിൽ മിക്ക കുട്ടികളിലും കാണപ്പെടുന്നതാണ് തളർച്ച, ക്ഷീണം, പ്രത്യേകിച്ച് നമ്മൾ കാണപ്പെടുന്നത് വിറൾച്ച. കുട്ടികളുടെ ശരീരത്തിൽ ബ്ലഡിന്റെ അളവ് ക്രമാതീതമായി കുറയുന്നു എന്ന് വെച്ചാൽ ഈ വിരകൾ നമ്മുടെ ശരീരത്തിൽ അഥവാ കുട്ടികളുടെ ശരീരത്തിൽ പെറ്റുപെരുകിയ വിരകൾ, ആ വിരകൾ നമ്മളുടെ ബ്ലഡ് വെസൽ ധമനികളിലേക്ക് കയറുകയും അവിടെ അത് സഹവസിക്കുകയും ചെയ്യുന്നു. അതുമൂലം അത് നമ്മുടെ കുട്ടികളിൽ നിന്നും കഴിക്കുന്ന ഭക്ഷണത്തിൽ കുട്ടികൾ പകുതി ഭക്ഷണം ബ്ലഡായി പോകുന്നു അഥവാ രക്തമായി മാറുകയും ചെയ്യുമ്പോൾ ആ സമയത്ത് തന്നെ ഈ വിരകൾ ആ രക്തത്തെ ഊറ്റിക്കുടിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് കുട്ടികളിൽ വിരശല്യമുള്ള കുട്ടികളിൽ മിക്കവാറും വിളർച്ച കാണുന്നത് അഥവാ ബ്ലഡ് ലോസ്. ഇംഗ്ലീഷിൽ അതിന് അനീമിയ എന്നും പറയും. എപ്പോഴാണ് ഈ വിരശല്യം കാണുന്നത്? മിക്കവാറും രാത്രി കാലങ്ങളിലാണ് കുട്ടികൾക്ക് ഈ വിരശല്യം കാണുന്നത്. അത് എന്തുകൊണ്ട്? രാത്രി കാലങ്ങളിൽ കുട്ടികൾ മാത്രമല്ല, നമ്മളെല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മളുടെ ശരീരം നിശ്ചലാവസ്ഥയിലായി മാറുകയും അപ്പോഴെന്താക്കും, നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെല്ലാം നിശ്ചലാവസ്ഥയിലായി മാറുകയും ആ സമയത്ത് വിരകൾ മെല്ലെ വരികയും മലദ്വാരത്തിലോട്ടേക്ക് എത്തി അവിടെ നിന്ന് വിരകൾ ചെറിയ കുഴികൾ കുഴിക്കാൻ തുടങ്ങും മലദ്വാരത്തിൽ. ആ സമയത്താണ് ഈ വിരകൾ അവിടെ ഇരുന്ന് മുട്ടയിടുന്നത്. അപ്പോൾ കുട്ടികൾ ഉറക്കത്തിൽ ചില സമയത്ത് മാന്തുകയും ചില സമയത്ത് ചൊറിയുകയും ചെയ്യും മലദ്വാരത്തിൽ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വിരകൾ അവിടെ കുഴിയുണ്ടാക്കുകയും ആ കുഴിയിൽ അത് മുട്ടയിടുകയും ചെയ്യും. അവസാനം എന്താവും, ഈ മുട്ട മൊത്തം അവിടുന്ന് പെറ്റുപെരുകി നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ അഥവാ രക്തധമനികളിലേക്ക് എത്തുകയും അവിടെ നിന്ന് നാലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഈ വിരശല്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. മിക്ക കുട്ടികളും മണ്ണിൽ കളിക്കുന്ന കുട്ടികളാണ്. കുട്ടികൾ മണ്ണിൽ കളിക്കുമ്പോൾ കുട്ടികളുടെ നഖത്തിന്റെ ഇടയിലും മറ്റു സ്ഥലങ്ങളിലും വിരകൾ വന്ന് കയറിയിരിക്കുകയും അവിടെ മുട്ടയിടാൻ തുടങ്ങുകയും ചെയ്യും. അതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ നമുക്ക് കുട്ടികളോട് മണ്ണിൽ കളിക്കരുത് എന്ന് പറയാൻ പാടില്ല. അവരെന്തായാലും മണ്ണിൽ കളിക്കുക തന്നെ ചെയ്യും, അവർ കുട്ടികളല്ലേ. അതുകൊണ്ട് നമ്മൾ 5 കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുമൂലം നമുക്ക് വിരശല്യത്തെ കുറക്കാൻ വേണ്ടി പറ്റും. ഒന്നാമത്, കുട്ടികൾ മണ്ണിൽ കളിക്കുകയും അവിടുന്ന് കളിച്ചു വരികയും ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികളോട് പറയാം, നിങ്ങൾ പോയി ഒന്ന് കഴുകി വരിക, ഒരു 2 സെക്കൻഡ് ഒന്ന് കഴുകി ഒന്ന്. കുട്ടികളത് ശ്രദ്ധിക്കണം എന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെതിരെയായിട്ട് അവരോട് പറയണം, നിങ്ങൾ കൈ കഴുകിയാൽ ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു മിഠായി തരാം എന്ന് പറഞ്ഞു അവരെ പരിശീലിപ്പിക്കണം. അപ്പൊ അവരെന്ത് ഓട്ടോമാറ്റിക്കലി മണ്ണിൽ കളിച്ചു വരുമ്പോൾ അവർ ചിന്തിക്കും, എനിക്ക് ഒരു മുട്ടായി കിട്ടും ഞാൻ കൈ കഴുകിയാൽ. ആ സമയത്ത് അവർ വീണ്ടും കൈ കഴുകാൻ പോകും. അങ്ങനെ നമ്മൾ ഗിഫ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് അവരെ പരിശീലിപ്പിക്കുക. അതുമൂലം അവർക്ക് അത് ഓർമ്മ വരും. രണ്ടാമത്, കുട്ടികളുടെ നഖം ഇടയ്ക്കിടെ ശ്രദ്ധിക്കുക. നഖത്തിനിടയിലാണ് മുട്ടയിടുകയും അവിടുന്ന് തൊലിക്കുകയും ചെയ്യുന്നത്. അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലോട്ടേക്ക് എത്തുന്നത്? ഈ മുട്ട അഥവാ ഈ വിര നമ്മളുടെ നഖത്തിന്റെ ഇടയിൽ ഇരിക്കുകയും അത് കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് ചേരുകയും പിന്നെ നമ്മളുടെ രക്തത്തിലേക്ക് ഇത് അലിയുകയും ചെയ്യുന്നു. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നമ്മൾ വാങ്ങുന്ന പഴങ്ങളും പച്ചക്കറികളും കഴുകി മാത്രം ഉപയോഗിക്കുക. നമുക്കറിയാം, ഇവിടുന്ന് പല രാജ്യങ്ങളിൽ നിന്നും പല സ്ഥലത്തുകളിൽ നിന്നാണ് പഴവും പച്ചക്കറികളും വരുന്നത്. മിക്കവാറും അതിൽ വിരിയുടെ മുട്ടയോ വിരിയുടെ ലാർവയോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പഴങ്ങളും പച്ചക്കറികളും വാങ്ങിയതിനു ശേഷം തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കഴുകി മാത്രം ഉപയോഗിക്കുക എന്ന് പറയുന്നത്. വിരിയുള്ള സമയത്ത് നമ്മൾ അടിവസ്ത്രങ്ങൾ, നമ്മൾ കിടന്ന വിരിപ്പ് അതെന്ത് ചെയ്യണം?
ചൂടുള്ള വെള്ളത്തിൽ കഴുകി മാത്രം ഉണങ്ങാനോ ആറാനോ ഇടുക. അതുമൂലം വിരയുടെ ലാർവയും മുട്ടയും നശിക്കുന്നതാണ്. ഇത് ചെയ്യുന്നത് മൂലം നമുക്ക് വിരശല്യത്തെ കുറക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെയാണ് നമ്മളുടെ നാച്ചുറൽ റെമഡി അഥവാ പ്രകൃതിപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെമഡികൾ. പിന്നെ നമ്മൾക്ക് പോവാൻ അഞ്ചാമത്തത് മരുന്ന് കൊണ്ട്. ഏതൊക്കെ മരുന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ ആ വീഡിയോ ആദ്യമേ കണ്ടിട്ടുണ്ടാവും. ഇവിടെയുള്ള പല മരുന്നുകളും ഇതൊക്കെ ഓരോ തരത്തിലുള്ള വിരകളുടെ മരുന്നാണ്. ഇത് ഒന്നാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാൻഡി സസ്പെൻഷൻ. എല്ലാവർക്കും അറിയാം ഇതിൽ ആൽബൻഡസോൾ എന്നൊരു ഗുളിക അല്ലെങ്കിൽ ആൽബൻഡസോൾ എന്നൊരു സിറപ്പ് ഉണ്ട്. അത് നമുക്ക് കഴിക്കാം വിരശല്യത്തിൽ. എങ്ങനെ കഴിക്കണം എന്നായിരിക്കും അടുത്ത ചോദ്യം. ഈ ആൽബൻഡസോൾ 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ ആൽബൻഡസോൾ 5 ml ഇന്ന് കഴിക്കുകയാണെങ്കിൽ, രാത്രിയാണ് ഈ മരുന്ന് കഴിക്കേണ്ടത്. ഓക്കെ, സോ 5 ml ഇന്ന് കഴിക്കുകയാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ഡോസ് എടുക്കുക. അങ്ങനെ 2 ഡോസ് നിർബന്ധമാണ് 6 മാസത്തിൽ. അങ്ങനെ കഴിക്കുക. 2 വയസ്സിന്റെ താഴെയുള്ള കുട്ടികളാണെങ്കിൽ. 2 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ, സിറപ്പ് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ 10 ml ഇന്ന് കൊടുക്കുകയും 2 ആഴ്ച കഴിഞ്ഞ് അഥവാ 14 ദിവസം കഴിഞ്ഞാണ് വീണ്ടും 10 ml കൊടുക്കേണ്ടത്. എന്തായാലും 2 പ്രാവശ്യം തന്നെ കൊടുക്കണം. 6 മാസം ഇടവിട്ടാണ് വിരകളുടെ മരുന്ന് നമ്മൾ കുട്ടികളിലേക്ക് കൊടുക്കേണ്ടത്. വലിയവരാണെങ്കിൽ ബാൻഡി പ്ലസ് അഥവാ ഐവർമെക്റ്റിൻ പ്ലസ് ആൽബൻഡസോൾ അല്ലെങ്കിൽ ആൽബൻഡസോൾ എന്നൊരു ടാബ്ലറ്റ് 400 mg അഥവാ 400 mg ടാബ്ലറ്റ് അവൈലബിൾ ആണ്. ഇതേപോലെ തന്നെ കഴിക്കുക. ഡോസ് ഒരു ടാബ്ലറ്റ് ഇന്ന് കഴിക്കുകയാണെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് വേറൊരു ടാബ്ലറ്റ് എടുത്ത് കഴിക്കുക. ഇതുമൂലം നമ്മളുടെ ശരീരത്തിൽ വിരകളുടെ ശല്യം നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. അളവ് 6 മാസത്തിൽ ഒരിക്കൽ വിരയുടെ ടാബ്ലറ്റ് എടുത്തിരിക്കണമെന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ വിചാരിക്കാത്ത അത്രയും വലിയ അസുഖങ്ങൾ വിര കൊണ്ട് ഉണ്ടാക്കാം. അഥവാ വിരൾച്ച എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ അസുഖമല്ലേ. നമ്മളുടെ ശരീരത്തിലുള്ള ബ്ലഡ് മുഴുവൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിനി ജീവിച്ചിട്ട് കാര്യമില്ല. ബ്ലഡ് ഇല്ലാതെ, രക്തമില്ലാതെ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. ഈ വിരകൾ നമ്മുടെ രക്തത്തിൽ വലിഞ്ഞു മുറുകയും രക്തം കുടിക്കുകയും ചെയ്യും. അതുമൂലം നമ്മൾക്ക് അനീമിക് ആവുകയും വിരൾച്ച ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് 6 മാസം കൂടുമ്പോഴും എല്ലാവരും ഈ വിരയുടെ മരുന്ന് കഴിക്കണമെന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നത് വരേക്കും നന്ദി.